വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പ്രോഡക്റ്റിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത്. ഈ പ്രോഡക്റ്റിന് നല്ല മാർക്കറ്റ് ലഭിക്കും. കാരണം ഇതൊരു രോഗാവസ്ഥയെ തുരത്തുന്ന പ്രോഡക്റ്റ് ആണ്. ഈ രോഗാവസ്ഥ ഏതാണ്ട് 35 വയസ്സ് കഴിഞ്ഞ എല്ലാ പേർക്കും ഉണ്ടാകുന്നതാണ്. അതിന് താഴോട്ടുള്ളവർക്കും ഉണ്ട്. എന്നാൽ ഒരു റേഷ്യോ ഇല്ലെങ്കിൽ ഫ്രീക്വൻസി വെച്ച് നോക്കുകയാണെങ്കിൽ 35 വയസ്സിന് മുകളിലോട്ടുള്ളവർക്ക് സ്ഥിരമായിട്ടുണ്ടാകുന്ന ഒരു രോഗമാണ്. അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ഇവിടെ പറയുന്നുണ്ട്, അനുപാതം പറയുന്നുണ്ട്, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് പറയുന്നുണ്ട്, എങ്ങനെയാണ് മാർക്കറ്റ് ചെയ്യേണ്ടത് എന്ന് പറയുന്നുണ്ട്. കൃത്യമായിട്ട് സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കുക. ഇതുപോലെയുള്ള ചെറുകിട ബിസിനസ്സുകളെ പറ്റിയാണ് നമ്മൾ പറയാറുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമന്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇന്ന് നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്ന ഒരു പെയിൻ റിലീഫ് ഓയിലാണ്. അതായത് നമ്മളുടെ വേദന, ജോയിന്റ് പെയിൻ റിലീഫ് എന്നാണ് അതിന് പറയുന്നത്. എല്ലുകൾക്ക് ഇല്ലെങ്കിൽ ജോയിന്റുകൾക്ക് ഉണ്ടാകുന്ന പെയിൻ മാറ്റുന്ന ഒരു ഓയിൽ. എന്താണ് വേണ്ടത് എന്ന് നോക്കാം. ചെറിയ ക്വാണ്ടിറ്റിയാണ്. എള്ളെണ്ണ വേണം, അതായത് എള്ള് തന്നെ ആട്ടിയ എണ്ണ വേണം, 200 ml. പിന്നെ വേണ്ടത് നമുക്ക് മുരിങ്ങയിലയാണ്, 50 ഗ്രാം വേണം. പിന്നെ വേണ്ടത് യുക്കാലിപ്സ് ഓയിൽ കിട്ടും, അത് നമുക്ക് 10 ml വേണം. പിന്നെ വേണ്ടത് പച്ചക്കർപ്പൂരമാണ്, 5 ഗ്രാം വേണം. ചേർത്ത് നന്നായിട്ട് ഇളക്കുക മാത്രമാണ് ചെയ്യുന്നത്. അതിന്റെ ഒരു ചെറിയ പ്രിപ്പറേഷൻ ഉണ്ട്, അതും കൂടെ പറയാം, ശ്രദ്ധിച്ച് കേൾക്കുക. ആദ്യം നമ്മളുടെ എള്ളെണ്ണ നമ്മൾ ചൂടാക്കണം. ലോ ഫ്ലെയിമിലിട്ട് ചെറുതായിട്ട് ചൂടാക്കുക. ശേഷം നമ്മളുടെ മുരിങ്ങയില ഇട്ട് കൊടുക്കുക. ഈ മുരിങ്ങയിലയുടെ സത്ത് മുഴുവൻ ഈ എണ്ണയിലേക്ക് വരാൻ ഒരു 15-20 മിനിറ്റ് എടുക്കും. അത് കഴിഞ്ഞ് ഇത് അരിച്ച് മാറ്റുക, അതിന്റെ ഇലകൾ മാറ്റുക. മുരിങ്ങയില കരിഞ്ഞ ഇലകൾ അതിൽ കാണും, അത് മാറ്റുക. അതിനുശേഷം നമ്മളുടെ യുക്കാലിപ്സ് ഓയിൽ ചേർക്കുക. കൂടാതെ പച്ചക്കർപ്പൂരം നന്നായിട്ട് പൊടിച്ച് അതും ഇതിനകത്ത് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ മിക്സ് ചെയ്ത സാധനം നല്ല തണുപ്പുള്ള സ്ഥലത്ത്, ഇരുണ്ട സ്ഥലത്ത് ആണ് വെക്കേണ്ടത്. നന്നായിട്ട് ആറിയതിനു ശേഷം നമുക്കിത് ബോട്ടിൽ ചെയ്യാവുന്നതാണ്. ബോട്ടിലിന്റെ പുറത്ത് നമ്മളുടെ പ്രോഡക്റ്റിന്റെ ഡീറ്റെയിലിംഗ് ഓൾറെഡി ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഇവിടെ പറയുന്നില്ല. അങ്ങനെ ചെയ്ത് മാർക്കറ്റിൽ ഇറക്കാവുന്നതാണ്. ഇത് നമുക്ക് മാർക്കറ്റ് ചെയ്യാനായിട്ട് വേണമെങ്കിൽ മെഡിക്കൽ സ്റ്റോർ വഴി ഇല്ലെങ്കിൽ ആയുർവേദ കടകൾ വഴിയൊക്കെ മാർക്കറ്റ് ചെയ്യാം. പക്ഷേ ഡയറക്റ്റ് വീടാന്തരം മാർക്കറ്റ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. കൂടാതെ ഓൺലൈൻ നമ്മളുടെ സോഷ്യൽ മീഡിയകൾ നിങ്ങൾക്ക് പരീക്ഷിച്ചു നോക്കാവുന്നതാണ്. ഫേസ്ബുക്ക് ഉണ്ട്, നിങ്ങൾക്ക് ഇൻസ്റ്റ ഉണ്ട്, വാട്സപ്പ് ഉണ്ട്, ടെലിഗ്രാം ചാനലുണ്ട്. ഇതിലൂടെയൊക്കെ നമുക്ക് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. വളരെ മുടക്ക് മുതൽ കുറഞ്ഞ ഒരു ചെറിയ ഐറ്റമാണ്. ഉണ്ടാക്കുക, ചെറിയ ക്വാണ്ടിറ്റി ഉണ്ടാക്കുക, സ്വയം ഉപയോഗിച്ച് നോക്കുക. ഇല്ലെങ്കിൽ വീട്ടിൽ ആരെങ്കിലും ജോയിന്റ് പെയിൻ ഉള്ളവരുണ്ടെങ്കിൽ അവർക്ക് കൊടുത്തു നോക്കുക. നല്ലതാണ് എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം ഇതിന്റെ ബിസിനസ് ചെറുതായിട്ട് തുടങ്ങുക. അടുത്തൊരു വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം.